എൻ്റെ പേര് ഡോക്ടർ സിസ്റ്റർ ലിസ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി. ഇന്ന് നമ്മൾ സ്കിസോഫ്രീനിയ ദിനം ആചരിക്കുന്നു. ഈ ദിവസം മാനസിക ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്കിസോഫ്രീനിയ എന്ന അതിസങ്കീർണവും അതിഭയാനകവുമായ ഒരു രോഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ രോഗത്തെപ്പറ്റി, അതിൻ്റെ ലക്ഷണത്തെപ്പറ്റി, അതിൻ്റെ ചികിത്സാവിധികളെപ്പറ്റി, അതിൻ്റെ പ്രതിരോധത്തിന് എന്തെങ്കിലും നമുക്ക് നൽകാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഏകദേശം 1% ആൾക്കാരിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. സ്കിസോഫ്രീനിയ പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അതിനാൽ തന്നെ ഈ രോഗലക്ഷണങ്ങളിൽ ഓരോരുത്തരിലും വിവിധ തരത്തിലാണ് നാം കണ്ടുമുട്ടുന്നത്. പൊതുവായി പറഞ്ഞാൽ സ്കിസോഫ്രീനിയ രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കുക, തന്നെ ഇരുന്ന് സംസാരിക്കുക, അവർക്ക് മറ്റുള്ളവർ വിശ്വസിക്കാത്തവ ഉണ്ടെന്ന് വിശ്വസിക്കുക, മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കുക, ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അത്രയും നാൾ നന്നായി ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പോകുന്നതിനുള്ള മടി, അതിനാൽ തന്നെ അവരുടെ സാമൂഹിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിളർച്ചകൾ, അവരുടെ ജോലി സ്ഥലത്തല്ല ജോലി സംബന്ധമായിട്ടുണ്ടാകുന്ന കുറവുകൾ, ഇവയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുമുട്ടുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കിസോഫ്രീനിയ പലതരത്തിലുണ്ട്. അതിസങ്കീർണമായ തരത്തിലുള്ള സ്കിസോഫ്രീനിയ ആൾക്കാരാണ് നമ്മൾ നമ്മുടെ തെരുവീഥികളിൽ കണ്ടുമുട്ടുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, താടി വളർത്തി, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, തനിയെ സംസാരിച്ച് മുന്നോട്ട് നീങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ തക്കതായിട്ടുള്ള ചികിത്സാവിധികൾ തക്കതായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കുവാനും അവരെ സ്വന്തം ജീവിതത്തിലേക്ക്, അവരുടെ തനതായ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. അവരുടെ ഫങ്ഷനിങ്ങിനെ മെച്ചപ്പെടുത്തുന്നത് വഴിയായിട്ട് ഒരു മാനുഷികമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും. ഏത് തരത്തിലുള്ള ഒരു ചികിത്സാവിധികളാണ് നമുക്ക് ഇവർക്ക് നൽകാൻ പറ്റുന്നത്? പ്രധാനമായിട്ടും ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള മെഡിക്കേഷൻസാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കി അവരുടെ മറ്റ് അസുഖ രീതികളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി, അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ഒരു ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷനാണ് ആൾക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് ഒരു സൈക്യാട്രിസ്റ്റിനാണ്. സൈക്യാട്രിസ്റ്റ് രോഗികളുടെ ബന്ധുക്കളുമായിട്ടുള്ള ഡിസ്കഷൻ വഴിയായിട്ട് അതൊരു തീരുമാനത്തിലെത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോസിലുള്ള മരുന്ന് ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായ തോതിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനും അതുവഴിയായിട്ട് അവരെ സാമൂഹികമായിട്ട് പ്രതിബദ്ധതയുള്ള മനുഷ്യരാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഇന്ന് നിലവിലുണ്ട്. സാമൂഹികമായിട്ടും ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലുമായിട്ടുള്ള റീസൺസ് ഇതിനുണ്ട്. ബയോളജിക്കൽ റീസൺസ് പറയുവാണെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട്, നമ്മുടെ ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു അസുഖം വരുന്നത്. ഈ അസുഖത്തിനെ ത്വരിതപ്പെടുത്തുവാനുള്ള മറ്റ് കാരണങ്ങളെന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളിലുണ്ടാകുന്ന വിളർച്ചകൾ, ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റാതാവുന്നത്, ആവശ്യമായ ചികിത്സാവിധികൾ കൊടുക്കാൻ പറ്റാതാവുന്നത്, വിമർശനങ്ങൾ, അമിതമായിട്ടുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരം ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റീസൺസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ. ഇനി ഡെവലപ്മെൻ്റൽ എന്ന് പറയുമ്പോൾ വ്യക്തികൾ ജനിക്കുമ്പോൾ ബ്രെയിൻ ഉണ്ടാകുന്ന വിഘാതങ്ങൾ, ഇവയൊക്കെയും ഇതിനൊരു കാരണമാകാറുണ്ട്. ജനറ്റിക്കൽ ആയിട്ട് ഇത് വരാമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ആൾക്കാരിൽ, മോർ ദാൻ 50% ആൾക്കാരിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട്.